പിന്നെ എന്നെ പാസ് ഇരുത്തിയിട്ട് മുക്കി. ഇത്രയും ഭാഗം മുങ്ങിയില്ല, മുങ്ങാഞ്ഞുകൊണ്ട് ചെളിയിലേക്ക് അമർത്തി മുക്കി. നിങ്ങളെല്ലാം ശുദ്ധമായ ജലത്തിൽ മുങ്ങിയ ഇങ്ങനെ ഇരിക്കുന്നേ. ഞാൻ ചെളിയിലാ മുങ്ങി പൊങ്ങിയത്. രാത്രി 1.5 മണിക്ക് സ്നാനപ്പെട്ടവനാ ഞാൻ. എനിക്ക് 8 ചേട്ടന്മാരുണ്ട്, ഞാൻ 10ാമത്തവനാ. എന്നെ വിഴുങ്ങാൻ പറ്റിയ തടിമാടന്മാരായ 8 ചേട്ടന്മാരുണ്ട്. സ്നാനത്തിന്റെ അന്ന് സ്നാനപ്പെടാൻ കെട്ടി നിറച്ചു വെച്ച വാട്ടർ ടാങ്ക് അവന്മാരടിച്ചു പൊളിച്ചു. അമ്മ ഇല്ലാത്തവരുടെ കൂടെ പെന്തക്കോസ്തിൽ പോയി മുങ്ങിയാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. ആടി തുടങ്ങി. രാവിലെ 10 മണിക്ക് സ്നാനം, 7 മണിക്ക് മുറ്റത്തിട്ട് തള്ളി വലിച്ചുകൊണ്ട് നടന്നു. ഒരുത്തൻ ഇവിടെ ഇട്ടിരിക്കുന്നു, മറ്റവൻ അവിടെ ഇട്ടിരിക്കുന്നു. എന്നെ കഴുത്തിന് പിടിച്ച് എന്റെ വീടിന് മുറ്റത്തൂടി വലിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് ചോദിച്ചു, നീ സ്നാനപ്പെടുമല്ലേ, നീ പെന്തക്കോസ്തിൽ പോകുമല്ലേ, നീ കൈകൂട്ടാൻ പോകുമല്ലേ, നീ അമ്മയില്ലാത്തൂടെ പോകുമല്ലേ? ചവിട്ടുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി, ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി. എന്റെ അമ്മ വന്നവരെ പിടിച്ചു. അമ്മയെ അവർ തൊഴിച്ച് താഴെയിട്ടു. അമ്മ ചെന്ന് ഒരു കല്ലിൽ തലയടിച്ചു. തലയിൽ നിന്ന് ചോര ചീറ്റാൻ തുടങ്ങി. അയൽവക്കക്കാരെടുത്ത് അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, സ്നാനത്തിന്റെ ദിവസം ഭയാനകമായിരുന്നു എൻ്റെ വീടിന്റെ അന്തർഭാഗം. ഓടി ജോഷ് പാസ്റ്ററുടെ ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയനെ നീ മുക്കിയാൽ കൊന്നുകളയെന്ന് പറഞ്ഞു. അരയിൽ 3-4 പേരും കൂടി കത്തിയും വെച്ച് ഈ ചേട്ടന്മാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനുജനെ മുക്കിയാൽ നിന്നെ കൊല്ലും. പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ അനിയനെ ഞങ്ങൾക്ക് വേണ്ട. സ്നാനപ്പെടുത്താൻ അന്ന് ജോഷി പാസ്റ്റർ ഓർഡിനേഷൻ ഇല്ല. പാസ്റ്ററിനെ എന്നെ സ്നാനപ്പെടുത്താൻ തിരുവല്ലയിൽ നിന്ന്, ചിങ്ങവനത്ത് നിന്ന് പാസ്റ്റർ TN ഗുരുള വന്ന് താഴോട്ട് ബസ്സിനിറങ്ങി. ആ പാസ്റ്ററെ അതേ ബസ്സിൽ കയറ്റി തിരിച്ചു കിട്ടും. സ്വതന്ത്രം. റോയ് പാസ്റ്റേ ഒരുമിച്ചിരുന്ന്, ഒരു ബാറിനകത്തിരുന്ന്, ഒരു കള്ള് ഷാപ്പിൽ നിന്ന്, ഒരു ചാരായ ഷാപ്പിൽ നിന്ന് ഒരുമിച്ച് ഞാൻ മേടിക്കുന്ന കുപ്പിയിടത്തുനിന്ന് ഇവന്മാരും മേടിക്കും, അവന്മാരുടെ കുപ്പിയിൽ നിന്ന് ഞാനും മേടിക്കും. ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ലക്ക് കെട്ട് വീട്ടിനകത്ത് വന്ന് തമ്മിലിടിച്ചുകൊണ്ടിരുന്ന ഞാൻ രക്ഷപ്പെടാൻ പോയിട്ട് എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. ഞാൻ തീരുമാനിച്ചു, അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ ഇവന്മാരും വെച്ചേക്കണ്ട. വീട്ടിൽ കിടന്നൊരു ആയുധമുണ്ട് തട്ടിന്റെ മണ്ടയില്. പണ്ട് ലീഫ് എടുത്ത് വണ്ടിയുടെ ലീഫ് സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് അടിപ്പിച്ച് 2 സൈഡും മൂർച്ച വെച്ച ഒരായുധമുണ്ട്. അതെടുത്ത് രാത്രി വെട്ടാൻ തീരുമാനിച്ചു. പക്ഷെ പാസ്റ്റർ വിട്ടില്ല. പാസ്റ്ററിനെ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വീടത്തില്ലെന്ന് പറഞ്ഞു. എന്നെ വീട്ടിലിരുത്തി. ഞാൻ പാസ്റ്റർ ഇനി പെന്തക്കോസ്തും ഇല്ല, പുസ്തകവും ഇല്ല, നന്നാകാൻ വിചാരിച്ചിട്ടും നന്നാകാൻ വിടാത്ത ഇവനൊക്കെ ഒരെണ്ണത്തെ ഞാൻ വെക്കത്തില്ല. അതിന് കാര്യങ്ങൾ പാസ്റ്റർ പറഞ്ഞു, വിടത്തില്ല നിന്നെ. രാത്രി 12 രാത്രി 1 മണിയായി. പാസ്റ്റർ ഇരുന്ന് വചനം പറയുക. 1 മണിയായപ്പോൾ മൊർദെഖായിയുടെ, എസ്തേറിന്റെ, ഹാമാന്റെ ചരിത്രം പാസ്റ്റർ തൊടാൻ തുടങ്ങി. 1 മണിയായപ്പോൾ ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ പാസ്റ്റർ, എനിക്ക് യേശുവിനെ ഇഷ്ടമാ പാസ്റ്റർ, പക്ഷെ ഇവന്മാർ അനുവദിക്കത്തില്ല. പാസ്റ്റർ ഇന്ന് രാത്രി നിന്നെ ഞാൻ സ്നാനപ്പെടുത്തും. എന്നെ ഒരു ഹെർക്കുലീസിന്റെ സൈക്കിളെ കയറ്റിയിരുത്തി, എന്നെ കയറ്റി കണ്ടക്കടമെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ചെല്ലാനത്തോട്ട് സൈക്കിളെ കയറ്റി ചവിട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് ഏകദേശം 1 മണി കഴിഞ്ഞ് 1:30 ചെല്ലാനത്തൊരു പാസിന് വാദിക്കൽ പോയി മുട്ടി. ആ ദൈവദാസൻ നിത്യതയില്ല, കുക്ക് ജോണി പാസ് എന്ന് പറയും. ആ ദൈവദാസനെ വിളിച്ചെഴുന്നേപ്പിച്ചു. എന്നാന്ന് ചോദിച്ചു, ആമേൻ, ഒരാളെ സ്നാനപ്പെടുത്തണം. പാസ് ചോദിച്ചു, ആരെ? ദാണ്ട് നിൽക്കുന്നു. പുള്ളിവെച്ച് ഇവൻ ചത്തുപോകുമ്പോ നേരം വെളുത്താൽ സ്നാനപ്പെടുത്തിയ പോലെ ഇവന് മാരകമായ അസുഖം വല്ലതുണ്ടോ? നേരം വെളുക്കുന്നതിന് ഇവൻ ജീവിക്കത്തില്ലേ? ഇല്ല പാഷേ, നേരം വെളുത്ത ഇവനെ കിട്ടത്തില്ല. നേരം വെളുത്ത ഇവനെ കൈ കിട്ടത്തില്ല. മുക്കാമെങ്കിൽ ഇപ്പൊ മുക്കിക്കോ പാഷേ. ഈ മാർച്ച് മാസം, ഏപ്രിൽ മാസം കണ്ടവും പാടവും എല്ലാം ഉണങ്ങിക്കിടക്കുന്നു. എവിടെയാ വെള്ളം? ഉള്ളിടത്തുകൊണ്ടുപോയി മുക്കി. അവസാനം എന്നെ കൊണ്ട് ഒരു കണ്ടത്തിൽ പോയി, ഒരു പാടത്ത് പോയി. വെള്ളമില്ല. ഇത്രേ വെള്ളമുള്ളൂ. എന്നോട് പാർശ്വപനയുടെ വെള്ളമില്ല, ഇനി എവിടെ പോയി സ്നാനപ്പെടുത്താനാ? 2 മണി വെളുപ്പിന് എന്നെ ഇരുത്തിയിട്ട് മുക്കി. ഇത്രയും ഭാഗം മുങ്ങിയില്ല, മുങ്ങാഞ്ഞുകൊണ്ട് ചെളിയിലേക്ക് അമർത്തി മുക്കി.
നിങ്ങളെല്ലാം ശുദ്ധമായ ജലത്തിൽ മുങ്ങിയ ഇങ്ങനെ ഇരിക്കുന്നേ, ഞാൻ ചെളിയിലാ മുങ്ങി പൊങ്ങിയത്. ഒരു അല്ലലിയോ പറ. അതിനകത്തൊന്ന് മുങ്ങി പൊങ്ങി വെളുപ്പിന് 2 മണിക്ക് സ്നാനപ്പെട്ടു. പക്ഷെ ഒരു കാര്യം കേൾക്കണോ, സ്നാനപ്പെടാൻ വെള്ളത്തിൽ ഇറങ്ങുന്നവരെ ഭാഷ എനിക്ക് ഭയങ്കര ദേഷ്യം മാത്രമല്ല, ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാതെ കിടന്നുറങ്ങത്തില്ല. അത് എത്ര വമ്പനാണേലും എത്ര കൊമ്പനാണേലും ഞാനത് ചെയ്യും. അപ്പൊ എൻ്റെ അകത്ത് ഈ വെള്ളത്തിൽ മുങ്ങുന്നത് വരെ ഒരു പണി, എനിക്കിട്ട് തല്ലിയവനെ ഞാനൊരു പണി കൊടുത്തിരിക്കും. ഇത് ചിന്തിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഈ പാഷ മുക്കിപ്പിടിച്ചത് എവിടെയാണെന്നറിയില്ല. മുങ്ങിപ്പൊങ്ങിയപ്പോ യേശുവിന്റെ ക്രൂസ് മരണം ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ കണ്ടു, എനിക്ക് വേണ്ടി ഹൃദയം തുറന്നവനെ കണ്ടു, എനിക്ക് വേണ്ടി അടിക്കപ്പെട്ട് ചോര ഒഴുക്കുന്നവനെ കണ്ടു. റോയ്പാഷെ, ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നത് വാവിട്ട് കരഞ്ഞുകൊണ്ടാ. ജോഷി ഭാഷ വെച്ച് എന്താടാ നീ കരയുന്നേ? ഒരു ഭാഷ എനിക്ക് സങ്കടം വയ്യ ഭാഷ. എന്താ നീ എന്താ ഭാഷ? ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോ ഞാൻ കണ്ട കാഴ്ച എന്നാന്നറിയോ? രാജീവ് ഗാന്ധി മരിച്ചില്ലേ വെടികൊണ്ട്? പക്ഷെ അന്ന് ഞാൻ ഒളിവിലിരിക്കുക. എൻ്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചിട്ട് അപ്പൻ്റെ ഓർമ്മ പോയി, അപ്പൻ്റെ ബോധം പോയി, നിലത്തുനിന്ന് താഴെ വീണു, ചത്തന്ന് കരുതി കിട്ടിയ ബാഗ് എടുത്ത് ഞാൻ മസല കൂടി പോയി ഒളിവിലിരിക്കുക. രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ അന്ന് കാണുന്നത് എൻ്റെ അപ്പൻ കയ്യിൽ കിടന്ന് പിടക്കുന്നതാ. ഞാൻ മന കർത്താവേ, ഇവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഞാൻ ക്ഷമ ചോദിച്ചുകൊള്ള പേപ്പട്ടിയെ പോലെ തിരിച്ച് വീട്ടിൽ വന്നു. കഥകെ കൊട്ടി അപ്പനെ വിളിച്ചു എഴുന്നേപ്പിച്ചു, കെട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞു, അമ്മയോട് ക്ഷമ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്ത് മൾഗാടില്ലാത്തൊരു സൈക്കിളുണ്ട്, ആ സൈക്കിളും എടുത്ത് തല്ലിയവൻ്റെയും കൊല്ലാൻ നോക്കിയവന്റെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ക്ഷമ പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ അവർ വൈരമല്ല കേട്ടോ, സ്നേഹമാകട്ടോ. ഈ പുസ്തകം എടുത്തുകൊണ്ട് അഭിനയിക്കാനല്ല നമ്മൾ ഇറങ്ങിയത്. ഇന്ന് രാത്രി കരമടിച്ച ദൈവത്തിന് നന്ദി പറ. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, അകത്തെ വൈരങ്ങൾ മാറട്ടെ, അകത്തെ പിണക്കങ്ങൾ മാറട്ടെ, അകത്തുള്ളതായ വ്യക്തികളോടുള്ള വ്യക്തിപരമായുള്ള ഈശ്യങ്ങൾ മാറട്ടെ, പിണക്കങ്ങൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയോ. ആമേൻ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ആമേൻ സ്തോത്രം ഒരു അഭിഷേകൻ, ഞാൻ പേര് പറയുന്നില്ല, ലിവർപൂളിൽ വെച്ച് ഒരു മെഗാ ക്രൂസൈഡ് നടക്കുക. ആ ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ കൃപയാ ഞാനുമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ്. ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ അവിടെ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. ആ ദൈവദാസൻ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, നീ ഇന്ന് സൗഖ്യമാകും. എന്താ? ക്യാൻസറാ, ഇന്ന് സൗഖ്യമാകും. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നീ പോയി നാളെ ചെക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് വിട്ടു. പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിൽ ആമേൻ അവർ വന്നു, സൗഖ്യമായില്ല. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെക്ക് ചെയ്തു, സൗഖ്യമായില്ല. പാസ്റ്റർ ഉടനെ കണ്ണടക്കാൻ പറഞ്ഞു. കണ്ണടച്ചു, പ്രാർത്ഥിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇന്ന പേര് ദൈവം കാണിക്കുന്നു. അവയൊരു മിണ്ടാൽ നീക്കിയാൻ, ഇന്ന സ്ഥലത്ത് ഇന്നവൻ പാർക്കുന്നു. ആ മക്കളുടെ പേര്, അഡ്രസ് എല്ലാം അങ്ങ് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു? എൻ്റെ ഭർത്താവിൻ്റെ അനുജന. അവനോട് ക്ഷമിച്ചാലേ ഈ രോഗം സൗഖ്യമാവും. ഞാൻ നോക്കുമ്പോൾ അടിച്ചു തല്ലി താഴെ വീണു. ഇവർ വാവിട്ട് കരയാൻ തുടങ്ങി. പുള്ളിക്കാരത്തി പറഞ്ഞു, ഫോണുണ്ടോ? പാസ്റ്റർ പറഞ്ഞു, ഫോണുണ്ടോ? ഉണ്ട്. ഇപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞു. ആ മീറ്റിംഗ് നടുവിൽ വെച്ച് വിളിച്ചു. അവർ USA വിളിച്ചു. സ്പീക്കറിടാൻ പറഞ്ഞു, വിളിച്ചു. അവരവിടെ നിന്ന് എടുത്ത മാത്രയിൽ ചേച്ചി എന്ന് പറഞ്ഞു ഉറക്കെ വിളി. കാരണം വർഷങ്ങളായി വിളിച്ചിട്ട് ചേച്ചി. അവൻ എവിടെയാ? ഞാനൊരു മീറ്റിങ്ങിൻ്റെ നടുവിലാ. എന്തു പറ്റി? ഇപ്പോൾ വിളിക്ക. മോനെ, നിനക്കറിയാലോ ഞാൻ രോഗിയാന്ന്. പരിശുദ്ധാത്മ പറഞ്ഞു നിന്നോട് എനിക്ക് കയ്പുണ്ട്. അപ്പം അവൻ പറയാ, ചേച്ചി വിളിച്ചിട്ട് എത്ര വർഷമായെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട് മോനെ. എടാ, എന്നോട് ക്ഷമിക്കടാ. പറഞ്ഞതും ഭൂതമളകാൻ തുടങ്ങി. ഇത് പറഞ്ഞതും ഭൂതമളകാൻ തുടങ്ങി. അടിച്ച് കസേരയൊക്കെ തെറിപ്പിച്ച് ഞാൻ ദൃക്സാക്ഷിയാണ്. അന്ന് എനിക്ക് മനസ്സിലായി പല രോഗങ്ങളും
സൗഖ്യമാകാത്തതിന്റെ കാരണം ക്ഷമിക്കപ്പെടാത്തത് കൊണ്ടാണ്. പലതിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കാത്തത് ക്ഷമിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്ന് രാത്രി ഒറ്റ ദൂത പറയാ, ഇന്റർനാഷണൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരഭിഷേകം വന്ന് നിന്റെ തല കൈവച്ചാലും ആ കെട്ടഴിയത്തില്ല. ആ കെട്ടഴിയണമെങ്കിൽ ഇന്ന് 2 വാക്ക് നീ പറയണം. ഫോൺ ചെയ്ത് പറയണമെങ്കിൽ ഫോൺ ചെയ്ത് പറയണം. പോയി പറയണമെങ്കിൽ പോയി പറയണം. എന്ന് പറയണം, എന്നോട് ദയവായി ക്ഷമിക്ക, കർത്താവിന്റെ നാമം ചൊല്ലി ക്ഷമിക്ക. നിങ്ങൾ പറയുന്നുണ്ട്, അവൻ ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, അവർ എന്നോട് ചെയ്തു. ബൈബിൾ പറയുന്നു, നീ യാഗപീഠത്തിൽ വരുമ്പോൾ നിനക്ക് തോന്നിയാൽ നീ ചെന്ന് ക്ഷമ പറയണം. പക്ഷേ ഇതിനകത്ത് ശക്തമായ വിടുതൽ നടക്കാനുണ്ട്. ഈ ചർച്ച ഈ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടാനുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പോരാ. സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ഉള്ളിൽ തുമ്മിൽ അകത്തളത്തിൽ തമ്മിൽ അവൻ ചേരാത്ത ചിലതുണ്ട്, അവൻ തമ്മിൽ ക്ഷമിക്കപ്പെടാത്ത ചിലതുണ്ട്. ദൈവവൈതല് ഇന്ന് രാത്രി വേളയിൽ ആ പുറഞ്ചട്ടയെല്ലാം വലിച്ചു കീറ്. എന്നിട്ട് നിങ്ങൾ എത്ര പദവിയിലിരിക്കുന്നവനാണെങ്കിലോ തമ്പുരാനേക്കാൾ വലിയവനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ 2 വാക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയണം, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്ക. ആമേൻ. എവിടെയാ വിടുതൽ നടക്കുന്നത്? എവിടെയാ സംഭവം നടക്കുന്നത്? എവിടെയാ അത്ഭുതം നടക്കുന്നത്? ഞാൻ പറയാ, എൻ്റെ സ്തോത്രം, എൻ്റെ പേഴ്സ് മുഴുവൻ കാലിയായി. എൻ്റെ പേഴ്സ് മുഴുവൻ കാലിയായി. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പേഴ്സ് കാലിയായി. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും എൻ്റെ സാമ്പത്തികമായി വിടുതൽ നടക്കുന്നില്ല. ഒരിക്കൽ ഞാൻ ഇവിടെ തൊട്ടടുത്ത്, ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് മാറി ഒരു വീട്, ആമേൻ, കൃപയാൽ വർഷങ്ങളായിട്ട് ഉണ്ട്. ഞാൻ അവിടെ ഇരുന്ന തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഞാൻ ആ മുറിക്കകത്തോട്ട് കയറും. തിങ്കൾ പകലും തിങ്കൾ രാത്രി അവിടെ ഇരിക്കും. ചൊവ്വാഴ്ച അവിടെ നിന്ന് ഞാൻ മീറ്റിങ്ങിന് പോകും. ഇവിടെ തൊട്ടടുത്ത് വർഷങ്ങളായി. ആമേൻ. അവിടെ എൻ്റെ പ്രാർത്ഥന സ്ഥലം. ആമേൻ. ആരോടും പറയത്തില്ല. ആമേൻ. എൻ്റെ ചർച്ചക്കാർക്ക് പോലും അറിയത്തില്ല. ആമേൻ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ വിടുതലില്ലാത്ത എന്നാന്നറിയോ? ജോഷി പാസ്റ്ററിനെ വിളിക്കാൻ പറഞ്ഞു. എന്ന പാസ്റ്റർ വിഷയം, ജോഷി പാസ്റ്റർ ആദ്യം വിദേശത്ത് പോയപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴ പോയി ഞാൻ പാസ്റ്ററിൻ്റെ ചർച്ച് മീറ്റിംഗ് നടത്തും. പാസ്റ്റർ വരുന്നത് വരെ 3 മാസം ഉണ്ടായിരുന്നു. 3 മാസം പോയി മീറ്റിംഗ് നടത്തി. ഞാൻ വിദേശത്ത് പോയപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, ഇടയ്ക്കൊന്ന് ചർച്ച് വിസിറ്റ് ചെയ്യണേ. പാസ്റ്റർ കയറിയില്ല. സോദരൻ പാസ്റ്റർ വന്നേയില്ല. പാസ്റ്റർ വരാഞ്ഞത് പാസ്റ്ററിന് ഞാനൊക്കെ നിൽക്കുന്നതിനേക്കാൾ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. നമ്മുടെ ആ പഴയ സ്വഭാവമില്ലേ, പഴയ സ്വഭാവം, പെട്ടെന്ന് പിണങ്ങുക, പെട്ടെന്ന് വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ വീട്ടിൽ പറഞ്ഞു, പിന്നെ ഇയാൾ വലിയ ആളല്ലേ, ഞാൻ വിളിച്ചിട്ട് ഞാൻ പോയി. പക്ഷെ എൻ്റെ ചർച്ചിലോട്ട് ഈ പുള്ളി എന്ത് ചെയ്തില്ല, വന്നില്ല. അതുകൊണ്ട് ഈ ഫോൺ എടുത്തിട്ട് ഞാൻ അങ്ങ് സൈലൻ്റ് ആക്കി. പുള്ളിയുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. പാസ്റ്റർ വിളിയോട് വിളിയാ, ഞാൻ എടുക്കത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ബ്ലോക്ക് മാറ്റി. അപ്പോഴും പാസ്റ്റർ വിളിക്കുന്നു, ഞാൻ കട്ട് ചെയ്ത് കളയും. കുറേ ദിവസമായി, മാസങ്ങളായി പാസ്റ്ററോട് മിണ്ടത്തില്ല. പാസ്റ്റർ വിളിച്ച ഫോൺ എടുക്കത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആമേൻ, എൻ്റെ പേഴ്സ് അങ്ങ് കാലിയാകാൻ തുടങ്ങി. പക്ഷേ സത്യമാ, പേഴ്സ് അങ്ങ് കാലിയാകാൻ തുടങ്ങി. ഇവിടെ ഇരുന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ പേഴ്സ് നിറയാനല്ല നീ പ്രാർത്ഥിക്കുന്നേ, എടാ അടച്ചത് ഞാനാടാ. നിന്റെ അപ്പന് തുല്യമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവദാസനോട് ക്ഷമിക്കപ്പെടാതെ ഞാൻ നിന്റെ സാമ്പത്തിക കെട്ടി ഞാൻ പൊട്ടിക്കത്തില്ല. അവിടെ ഇരുന്ന് റോയ് പാസ്റ്റർ ഞാൻ വിളിച്ചോടനെ ജോഷി പാസ്റ്റർ എവിടെയാടാ നീ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാനപ്പോൾ കരയാൻ തുടങ്ങി. നീ കാര്യം പറയണം പാസ്റ്റർ, എനിക്ക് സത്യമായിട്ടും പാസ്റ്ററോട് വഴക്കാം. എന്താ വഴക്കാത്ത? പാസ്റ്റർ എൻ്റെ ചർച്ചിൽ വന്നില്ലല്ലോ. എടാ അതിന് കാരണമുണ്ടടാ. നമ്മൾ എന്ത് കാരണം ഉണ്ടെങ്കിലും പാസ്റ്ററോട് വഴക്കിട്ടിരിക്കുക. പിന്നെ എന്താ ഇപ്പം നീ വിളിച്ചേ? പരിശുദ്ധാത്മാവിനെ കൊടഞ്ഞതുകൊണ്ടാണ്. പാസ്റ്റർ എവിടെയുണ്ട്? ഞാൻ ഇന്നടത്തുണ്ട്. 2.5 മണിക്കൂർ പാഷേ ഈ മനുഷ്യന് അന്നൊരു ടാറ്റയുടെ ഒരു വണ്ടിയാ. ആമേൻ. ആ വണ്ടിയും എടുത്ത് പാസ്റ്റർ ഇവിടെ വന്ന് എൻ്റെ ഇരിക്കുന്ന മുറിക്കകത്ത് വന്നു എന്നെ കെട്ടിപ്പിടിച്ചു. നീ എൻ്റെ മകനല്ലേടാ, നിനക്കൊരു വാക്ക് പറയണ്ടേ? അങ്ങനെ അകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ? കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി എന്നോടൊപ്പം ആ പ്രാർത്ഥന മുറിയിലിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പാസ്റ്ററിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കടന്നുപോയി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പേഴ്സ് കാലിയാക്കിയിട്ടില്ല.
അവൻ ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായി. നമ്മുടെ സാമ്പത്തിക നന്മകൾ, ചില വിടുതലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഒരൊറ്റ സോറിയുടെ ബലത്തിലാണ്. ഒരു അല്ലല്ലോ എന്ന് പറയാമോ? ഈ പകൽ ഞാൻ പക്ഷേ പകൽ വരെ പ്രാർത്ഥിച്ച, ഉച്ച കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ച ഞാൻ ഈ മെസ്സേജ് എടുത്തത്, എന്നോട് കർത്താവ് പറഞ്ഞു, ഈ സഭയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി വലുതാണ്, അത് ചെറുതല്ല. പക്ഷേ അതിനെ തടസ്സമാക്കുന്നത് അല്പസ്വല്പമായ കയ്പിന്റെ വേരുകൾ അവൻ അകത്തളത്തിൽ മുളക്കുമ്പോൾ ഇന്ന് രാത്രി വേളയിൽ അത് ദൈവദാസനോടുണ്ടോ, അത് ദൈവദാസിയോടുണ്ടോ, അത് ചർച്ചിലെ ലീഡേഴ്സിനുണ്ടോ? ഇന്നത്തെ മീറ്റിംഗിൽ അത് വിളിച്ചു പറഞ്ഞ് തീർക്കുക. ഒരു വലിയ വിടുതൽ ഈ പകൽ എന്റെ ദൈവത്തിന് ചെയ്യാനുണ്ട്. ഈ നമ്മുടെ ചർച്ചിനകത്തൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത് ശക്തമായ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. ജനത്തിനകത്തൊരു പാപബോധം കൊണ്ടുവരണം, അല്ലേ? എന്തുകൊണ്ടുവരണം? പാപബോധം കൊണ്ടുവരണം. ഞാൻ അതിനുവേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നത്. പണ്ട് ഞാൻ വന്നപ്പോൾ പറഞ്ഞു എന്നറിയില്ല, റിപ്പീറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്നത് സ്തോത്രം ശരിക്കും പ്രാകൃത മനുഷ്യനാണ്. ആമേ, ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു. സ്തോത്രം. എല്ലാവരും മീൻ പിടിക്കാൻ 2 പേരും 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പച്ചൻ ഒറ്റക്ക വഞ്ചി ഇറക്കി കൊണ്ടുപോകുന്നത്, വള്ളം ഇറക്കി കൊണ്ടുപോകുന്നത്. അത്ര അപ്പൻ്റെ ഒരു കൈ ഞങ്ങളുടെ മേത്ത് വീണേ ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് പൊങ്ങത്തുള്ളൂ. അതുപോലെ കയ്യാ, കാരണം ഒരു 1.5 കയ്യാ. അടി കൊള്ളാതിരിക്കാൻ ഞങ്ങൾ നോക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഈ പുള്ളിയെ നന്നാകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി നേരെ പോട്ടെ വിട്ടു. എവിടെ? പോട്ടെ. റോയ് പാഷ, ഞങ്ങൾ ഈ കണ്ടക്കടമായിരുന്നു. ഞങ്ങൾക്ക് ആകെ ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 2 സൈഡും തെങ്ങിൻ തോപ്പ. ഞങ്ങളുടെ എല്ലാം വേറെ ആളുടെയാണ്. ആമേൻ. 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഈ അപ്പൻ ഒരിക്കലും മതിൽ പണിയത്തില്ല, മതിൽ കെട്ടത്തില്ല. കൈ കാശ് കിട്ടിയാലും മതിൽ പണിയത്തില്ല. എന്നും ഈ കുറ്റിയിട്ട് വേലിയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്തോത്രം, ഞാൻ കൽപ്പണിക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ ടേപ്പൊക്കെ വെച്ച് അളന്ന് നോക്കിയപ്പോഴേ ഒരു 14 സെൻറ്റിനകത്തുണ്ട്. പ്രമാണത്തിലത്തേ ഉള്ളൂ, 10 ഉള്ളൂ. ഞാൻ ചോദിച്ചു, അപ്പാ ഇതൊരു 14 സെൻറ്റ് അടുത്തുണ്ടല്ലോ, അപ്പം അപ്പം തിന്നാൽ മതി, കുഴി എണ്ണാൻ നിൽക്കണ്ട. അതിൻ്റെ അർത്ഥം എന്നാന്ന്? എല്ലാ പ്രാവശ്യവും ഈ പുള്ളിക്കാരൻ വെയിൽ കെട്ടുമ്പോൾ കുറ്റി എന്ത് ചെയ്യും? ഞങ്ങളുടെ വീടിൻ്റെ വെയിൽ ഒറ്റ മരം പോലും പിടിച്ചതില്ല, എല്ലാം പുത്തൻ കുറ്റിയാണ്. എല്ലാ വർഷവും വെയിൽ കെട്ടുമ്പോൾ അപ്പച്ചൻ ഇച്ചിരി എന്ത് ചെയ്യും? മാറ്റിക്കെട്ടും. അങ്ങനെ ഇപ്പോൾ 14 സെൻറ്റ് അടുത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അപ്പച്ചനെ പോട്ടെ വിട്ടു. അവിടെ ചെല്ലുമ്പോൾ നായ്ക്കമ്മയുടെ അച്ഛൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 7 ദിവസത്തെ മീറ്റിംഗ്, ധ്യാനമാണ്. ചെന്നന്ന് തന്നെ അച്ഛൻ വിളിച്ചു പറയുക, 10 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു, അതിപ്പോൾ 14ആയി. കുറ്റി മാറ്റിക്കുത്തിയ ഒരുത്തന് ഇതിനകത്തിരിപ്പുണ്ട്. ഉടനെ കൂടെ കൊണ്ടുപോയി ജോണിച്ചേനോട് പോയി, ജോണി ഇങ്ങനത്തെ ചതിവ് ചെയ്യരുത്. എന്നാ പറ്റി സേവരേട്ടാ? ഞാൻ മാറ്റിക്കുത്തിയായിരുന്നു. താനെന്തിനോട് പറഞ്ഞു? എൻ്റെ പൊണ്ണ് സേവരേട്ടാ, എനിക്ക് പോലും അറിയില്ല സേവരേട്ട മാറ്റിക്കുത്തിയത്. 7 ദിവസവും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സ്തോത്രം ചെയ്തേ. 7ാമത്തെ ദിവസം സമർപ്പിച്ചിട്ട്, എൻ്റെ പൊന്ന് കർത്താവേ, ഇനി അച്ഛനെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ഞാൻ മാറ്റിക്കുത്തിയേക്കാം. ഒരു അല്ലല്ലോ പറഞ്ഞേ. ഈ പണ്ടത്തെ ഒരു റോൾ മോഡൽ ഒരു ബാഗും കൊണ്ട് അപ്പം ധ്യാനം കൂടാൻ പോയത്. ആ വരവ് ഞാൻ ഇന്നും മറന്നിട്ടില്ല. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുന്നപ്പൻ ആ പഴയ 10 സെൻറ്റിൽ കൊണ്ട് ഈ ബാഗ് വെച്ചിട്ട് 14 കുറ്റി ഇളക്കി പിന്നെയും കൊണ്ടുവന്ന് ഇവിടെ കുത്തി, പത്തി കുത്തി. ഞങ്ങൾക്കും സന്തോഷം, വീട്ടുകാർക്കും സന്തോഷം, തമ്പുരാനും സന്തോഷം. അങ്ങനെ കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ അപ്പം പെന്തക്കോസ്തി വന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുറ്റി വീണ്ടും ഇവിടെ നിളക്കി കൊണ്ട് 14 കുത്തി. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്നാ ഇടപാടായി കാണിക്കുന്നത്? പണ്ട് മാറ്റി കുത്തിയതല്ലേ? അപ്പം അപ്പൻ എന്നോട് പറഞ്ഞു, എടാ ഞാനായിട്ട് മാത്രം എന്തിനാ ഇത് മാറ്റി കുത്താത്തെ? അവിടെ ഇരിക്കുന്നവന്മാരെ എല്ലാം മാറ്റി കുത്തിയതാടാ. മനസ്സിലായില്ലല്ലേ? അവിടെ ഇരിക്കുന്ന എല്ലാ അച്ചായനും അമ്മാമ്മയും സെക്രട്ടറിയും ഖജാൻജിയും എല്ലാം മാറ്റി കുത്തിയതാ. ദൂത് മനസ്സിലായോ? ഇതിനകത്ത് വരുന്ന തലമുറ നമ്മുടെ ഈ വാശിയും നമ്മുടെ വൈരാഗ്യവും നമ്മുടെ പിണക്കമൊന്നും അടുത്ത തലമുറക്ക് വേണ്ട. ഭാഷേ, അവരവരുടെ പാട്ടിന് പോകും. അവർ കാണേണ്ടത് ഐക്യതയോ, അവർ കാണേണ്ടത് സ്നേഹമാ. നമ്മുടെ കുശുമ്പും നമ്മുടെ ഭൗഷണ്യവും പെന്തക്കോസ്തിന്റെ അസൂയൊന്നും ഇപ്പോഴത്തെ തലമുറക്ക് വേണ്ട. അവർ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ അസൂയയും കുശുമ്പും ഭൗഷണ്യമുള്ള സഭക്കകത്ത് ഞങ്ങൾ ആരാധിക്കുന്നത്? ഞങ്ങൾക്കിത് വേണ്ട. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലത് ഉടയട്ടെ. ആമേൻ. കർത്താവിന് നല്ലൊരു ആമേൻ പറ. അവൻ എൻ്റെ ഹൃദയം തുറന്ന്, പക്ഷെ എനിക്ക് അത്ര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഹൃദയം തുറന്ന് ചോദിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചു നിൽക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവർ ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് എന്താ ഇവിടെ ഉള്ളത്? ഭാഷേ, അവർക്ക് എന്താ ഇതിനകത്തുള്ളത്? അവർ തമ്മി നോക്കുമ്പോൾ നമ്മുടെ സ്നേഹം അവർ നോക്കും. നിങ്ങൾ അറിയുന്നതിലും അത് നോക്കും.
എനിക്ക് 2 മക്കളാ. ഒരുത്തൻ ഓസ്ട്രേലിയയിലുണ്ട്, ഒരുത്തൻ വീട്ടിലുണ്ട്. അവർ 2 പേരും വർഷിപ്പ് ലീഡേഴ്സാ. പക്ഷെ ഇളയവനുണ്ടല്ലോ, അവൻ്റെ പേര് ലെസ്ലി എന്നാ. എന്നെ വരച്ച വരെ നിർത്തും. സ്വത്രം, നമ്മൾ മനുഷ്യരല്ലേ. എന്തോ പറഞ്ഞ് ഞാൻ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡിയാകുക. എന്നും എൻ്റെ ഷർട്ട് വെച്ചിരുന്ന കണ്ടില്ല. ഞാൻ എൻ്റെ ഷർട്ട് എവിടെയാന്ന് പറഞ്ഞ് അല്പം ഒച്ച കിട്ടു. സ്തോത്രം. ബൈബിളും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഈ പുള്ളി എന്നോട് ചോദിക്കുക, എവിടെ പോകുന്നു? ഞാൻ എവിടെ പോകണം? ബൈബിൾ കണ്ടില്ലേ? പ്രസംഗിക്കാൻ വേണ്ടണ. മമ്മിയുടെ ചീത്തയും പറഞ്ഞ് മമ്മിയോട് കോപിച്ച് ഇയാൾ എവിടെ പോകുന്നു? എന്നിട്ട് അവസാനം സത്യമായിട്ട് ഞാൻ ചർച്ചയ്ക്ക് കയറി എന്ന് വിളിച്ചു പറയും, പപ്പക്ക് ഭയങ്കര ചൂടാന്ന്. ഞാൻ വൈഫിനോട്ട് നോക്കിയപ്പോൾ തലേം താത്തി റാവരച്ചോണ്ടിരിക്കുക. എൻ്റെ സകല കൈവള. ഞാൻ പറയും പാപ്പ ഈ കിടന്ന് വീട്ടിൽ കിടന്ന് കാണിക്കുന്ന സകല കൈലൂത്ത് ഞാൻ ചാച്ചി പറയും. അന്ന് ഞാൻ നന്നായി. അന്ന് നമ്മൾ ഭാഷ നമ്മുടെ ഒരു ആശയമൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ട ഭാഷ. അവർക്ക് ഈ കസേരകളും പൊളിറ്റിക്കലും ഇതൊന്നും അവർക്ക് വേണ്ട. അവർ സത്യസന്ധമായി വരും, സത്യസന്ധമായി ചെയ്യും. രാമൻ പറ, നമ്മളായിട്ട് ഒരു തലമുറയുടെ വാതിൽ അടച്ചു കളയരുത്. അതുകൊണ്ട് ക്ഷമിക്കപ്പെടേണ്ടവരോട് ക്ഷമിക്കപ്പെടണം. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഞാൻ കേട്ടിട്ടുണ്ട്, കെ എബ്രഹാം സാറ് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശക്തമായ ദൈവജനം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നടുക്കെന്ന് ഇറങ്ങി ഓടി. പാസ് കേട്ടിട്ടുണ്ടോ? ഇറങ്ങി ഓടി. ആമൻ. കെ എബ്രഹാം സാർ ചോദിച്ചു, ഒരുത്തൻ ഓടുന്നുണ്ടാ പിടിച്ചു എന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഭൂതമിളകി ഓടുകയാ. കൂടെ സെക്രട്ടറി കൂടെ ഓടി പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഇവൻ വയലോരമൊക്കെ കടന്ന പറമ്പൊക്കെ ചാടി. ഒരു കളമുണ്ട്, പാടത്തിനടുക്കൊരു കളമുണ്ട്. ആ കളത്തിലോട്ട് ഓടുന്നേ. സെക്രട്ടറിയും കൂടെ ഓടുകയാ. അവിടെ ചെന്നപ്പോ എന്ത് മാറി നോക്കി, ഇയാൾ എങ്ങോടെ ഓടുന്നേ? ചെന്ന് ആ കളത്തിനകത്ത് അവിടെ കൃഷിപ്പണി ചെയ്യുന്ന, അല്ലെങ്കിൽ പാടത്ത് കിളക്കുന്ന ഒരു സൂക്ഷിപ്പുകാരനുണ്ട്. ഒരു താഴ്ന്ന മനുഷ്യനാ. ആ മനുഷ്യന്റെ കൂടാരത്തിൽ അയാൾ കിടക്കുക. അയാളുടെ കാലെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കടാ എന്നോട്. ചർച്ചിലെ സെക്രട്ടറി പുറത്ത് മാറി നിൽക്കുക, ക്ഷമിക്കടാ. മറ്റവൻ പാവം ഉറക്കത്തിന്ന് ചാടി എഴുന്നേറ്റ്, അച്ഛാ എന്നാ അച്ഛാ? ഇല്ലടാ, ഇന്നലെ ഞാൻ നിന്നോട് അത് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ഇന്നലെ അത് കാണിച്ചില്ലേ, നിന്റെ ഹൃദയം ക്ഷീണിച്ചില്ലേ, നിന്റെ ഹൃദയം വാടിയില്ലേ? എടാ നീ ക്ഷമിച്ചെന്ന് പറയടാ. ഒരൊറ്റ കരച്ചില്ല. ഈ സെക്രട്ടറി പുറത്തു മാറി നിൽക്കുക, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു. പിറ്റേ ദിവസം KM സാർ പറയുക, ആരാധനാലയത്തിൽ ഏറ്റവും മുമ്പിൽ അവനുണ്ട്. ഏത്? മാടത്തി കിടന്നവനുണ്ട്. നമ്മൾ ക്ഷമിക്കപ്പെടാത്തത് കൊണ്ട് പലതും ഇതിനകത്തോട്ട് വരുന്നില്ല. പണ്ടേ നമ്മുടെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. പണ്ടേ നമ്മുടെ സഹോദരങ്ങൾ ഇതിനകത്ത് ആരാധനക്ക് വരേണ്ടതായിരുന്നു. ഇവിടെ ആരാധനയില്ലാഞ്ഞിട്ടാണോ? ഇവിടെ വചനമില്ലാഞ്ഞിട്ടാണോ? വചനമില്ലേ, ആരാധനയില്ലേ, ഇതിനകത്തേക്ക് എന്താ വരാത്തത്? നീ വാതിൽ അടച്ചു വെച്ചേക്കുക. നീ ഇതൊറ്റൊരാൾ വാതിൽ അടച്ചു വെച്ചേക്കുക. ഇന്ന് രാത്രി ആ വാതിലങ്ങ് തുറക്ക്. ഇന്ന് രാത്രി ആ വാതിലങ്ങ് ഓപ്പൺ ആക്ക്. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈ രാത്രി വാതിൽ ഉറങ്ങണം പ്ലീസ്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ താഴ്മയോടെ പറയുന്നു, ഇന്നലെ വരെ വിളിക്കാത്തവരെ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം? നിസ്സാര കാര്യമൊന്നുമല്ല. ഈ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ പറയും, ഞാൻ കുറയുമോ? എനിക്ക് കഴിവില്ലെന്ന് തോന്നുവോ? തെറ്റ് എൻ്റെ ഭാഗത്താന്ന് തോന്നുവോ? എന്ത് തോന്നിയാലും കുഴപ്പമില്ല, നീ വിളിക്ക്. അവരാരും കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് തരും. അവരാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ദൈവം നിനക്ക് തരും. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറയാമോ? ഞാൻ ആ വാക്യം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലേക്ക് എടുത്തു വെക്കുകയാണ്. അന്ന് എന്ന് തമ്പുരാന്റെ സാന്നിധ്യം നടുവിൽ വന്ന അന്ന്, യേശുവിൻ്റെ തിരുകൃപ നടുവിൽ വന്ന അന്ന്, വാസ്തവത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വന്ന അന്ന്, അവർ തമ്മിൽ വൈരമായിരുന്നവർ സ്നേഹിതന്മാരായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടുവിലും കർത്താവില്ലേ? നമ്മുടെ ഭവനത്തിലും കർത്താവില്ലേ? നാമും സേവിക്കുന്നത് ഈ സത്യദൈവത്തെ തന്നെയല്ലേ? ഇന്ന് രാത്രി വിളിക്കണം. എൻ്റെ മാതാപിതാക്കൾ, അപ്പനും അമ്മയും നിത്യത ചേർക്കപ്പെട്ടു. ഏറ്റവും മൂത്ത ചേട്ടനുണ്ട്. ചേട്ടന് 78 വയസ്സായി. ചേട്ടൻ 1-മത്തെ, ഞാൻ 10-മത്തെ. റോയ് പാസ്റ്റർ, ഞാൻ എവിടെ പോയാലും
കേരളം വിട്ട് ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും ഞാൻ ഓടി എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ചേട്ടന് മുമ്പിൽ മുട്ടുമടക്കും. എന്നിട്ട് പറയാം, കൈവച്ചൊന്ന് അനുഗ്രഹിച്ചേ. അപ്പൻ ഉണ്ടായിരുന്നത് വരെ അപ്പൻ്റെ അടുത്ത് കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇന്ന് ചേട്ടനാ വീട്ടിലുള്ളത്. എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് എന്നെ കൊണ്ടുവന്ന് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ ഇന്ന് വരെ ഒരു മീറ്റിങ്ങിന് പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. അറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം UK ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ അന്ന് രാവിലെ എത്തി. വീട്ടിൽ വന്ന് കുളിച്ച് വണ്ടിയും എടുത്ത് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചേട്ടത്തിയുണ്ട്. ചേട്ടന് ഭയങ്കര ആസ്മയ്യ. അപ്പോൾ ചേട്ടത്തി എന്നോട് പറയുക, എൻ്റെ പൊന്നുമോനെ, നീ പോയി അന്ന് തൊട്ട് ഒരു നേരമേ കഴിക്കുന്നുള്ളൂ, ഒട്ടും വയ്യ. ഞാൻ പറയുന്നു, കഴിച്ചിട്ട് പ്രാർത്ഥിക്കേ. ഇല്ല മോനെ, അവൻ വരുന്നത് വരെ ഞാൻ കഴിക്കത്തില്ല. പക്ഷേ ഒരു നേരം കഴിച്ച് ഈ ആസ്മ വലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പകൽ മുഴുവൻ പ്രാർത്ഥന മുറിയിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ബന്ധങ്ങൾ വലുതാതെയോ മക്കളെ? അത് ഉടച്ച് കളയല്ലേ, അത് തകർത്ത് കളയല്ലേ. അത് വലുതാണെന്നേ. അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാ മാനസിക പ്രയാസങ്ങളോ, എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളോ നാളെ നേരം വെളുക്കുമ്പോൾ വെക്കരുത്. നാളെ വരുന്ന അഭിഷേകത്തിന് ആരെന്ന് എനിക്കറിയില്ല. ആ ദൈവദാസൻ ഈ പുൽപിറ്റിലോട്ട് കയറുമ്പോൾ ഈ ആലയത്തിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കണോ, അസാധാരണമായ ദൈവമഹത്വം ചലിക്കണോ. അത് സംഭവിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചേ പറ്റൂ. ഈ രാത്രി ഇതിന്റെ നടുവിൽ രമ്യപ്പെടണം. എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കൈ കൊടുത്തെന്ന് പറഞ്ഞേ. യേശുവിൻ്റെ ക്രൂശിൻ്റെ ഒന്നാമത്തെ സാധ്യത വൈരമായിരുന്നതെല്ലാം രമ്യപ്പെടണം, സ്നേഹമാകണം. ഹല്ലേലൂയ. ഞാൻ എന്ത് ബേസിലാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു വാക്യം മാത്രം തരാം. റോമാലേഖനം ഒന്ന് എടുക്കാമോ? ഒന്ന് ഇട്ടാലും മതി, വേഗത്തിലിട്ടോ. റോമാലേഖനം 5-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം. ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്തെ ദൈവത്തോട് നിരപ്പ് വന്നു. യേശു നമ്മെ സ്നേഹിച്ചത് നമ്മിൽ നന്മ കണ്ടിട്ടൊന്നുമല്ല, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമ്മെ സ്നേഹിച്ചത്. ഒരു ആമേൻ പറയാൻ പറ്റുമോ ദൈവമക്കളെ? ഒരു കണ്ണിനും നമ്മോട് ദൈവം തോന്നാതിരുന്നപ്പോൾ, ഒരു നന്മ പോലും നമ്മിൽ കാണാതിരുന്നിട്ട് നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച ഈ അരുമനാഥൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിച്ചുകൂടാ? ഒരു ഹല്ലേലൂയ എന്ന് പറയുക പറഞ്ഞേ. രണ്ടാമത്തെ ക്രൂസിന്റെ സാധ്യത കുറിച്ചു വെക്കും മക്കളെ. ആമൻ. മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുക. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്ന് പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. ആ ചരിത്രം മാത്രം ഒന്ന് തൊടാം ദൈവമക്കളെ. അന്ന് നക്സൽ വാരി എന്ന് പറയുന്ന നമുക്കറിയത്തില്ലേ, യൂദായുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. റോമാക്കാരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി വാളും കുന്തവും അധികാരവും പിടിച്ചു മേടിക്കാൻ നടന്ന ഒരു പറ്റം നക്സൽവാദികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ലീഡറായിരുന്നു ബറാബാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചോര ഒഴുക്കി ഞങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അരമുറുക്കി ഇറങ്ങിയവനാ ബറാബാസ്. ഒരുപക്ഷെ അതിന്റെ കൂടെയുള്ള ഒരു മനുഷ്യനാണ് യൂദ എന്ന് പറയുന്നത്. അവൻ പിൻകാലത്ത് യേശുവിനെ അനുഗമിച്ചു. എന്നാൽ വലിയ കലഹത്തിൽ കൊല ചെയ്തവനായ ബറാബാസിനെ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. യേശുവിനെ ക്രൂശിക്കണമെന്നുള്ളത് യഹൂദന്മാരുടെയും റോമാക്കാരുടെയും തീരുമാനമായതുകൊണ്ട് റോമൻ ഗവർണറായ പീലാത്തോസ് പഠിച്ച മണി 18 നോക്കി യേശുവിനെ വിടാൻ ഗവർണറിന്റെ ഭാര്യ പീലാത്തോസ് പറയുന്നു, അവൻ നീതിമാനാണ്, നീതിമാന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. ഇതുകൊണ്ട് മാത്രം പീലാത്തോസ് ഒന്നല്ല പല തവണ വിടാൻ നോക്കി. ഒന്ന് കുറയെ 39 പ്രാവശ്യം അടിച്ചിട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു യാത്ര പോയപ്പോൾ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു, പക്ഷേ ഞങ്ങളൊരു സാധനം കാണിച്ചു തരാം. എനിക്ക് കാണണം. എന്താ കാണണ്ടേ? പറയത്തിൽ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ എന്നെ വണ്ടിക്കകത്ത് കയറ്റി അവർ കൊണ്ടുപോയി. മരുഭൂമി തുല്യമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ ഇങ്ങനെ കുറെ മുള്ളുകൾ പടർന്നു കിടക്കുന്നു. അവർ 2 കമ്പെടുത്തിട്ട് ആ മുള്ളിന്റെ കമ്പ് ഈ വടിയെ കുത്തിപ്പോക്കി. ഞാൻ ചോദിച്ചു, എന്തിനാ
ഇതെന്നെ കാണിക്കുന്നത്? അവൻ പാസ മുള്ളിൻ്റെ നീളം ഒന്ന് അളന്ന് നോക്കിക്കേ. എൻ്റെ കൈ വെച്ച് നോക്കിയപ്പോൾ ഇതിന് 3/4 ഭാഗമുണ്ട്. 6 ഇഞ്ച് 8 ഇഞ്ച് താഴെ നീളമുണ്ട് ഈ മുള്ള്. ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പാസ് ഞെട്ടിയൊന്നും വേണ്ട, ഈ മുള്ളാണ് യേശുപ്പച്ചൻ്റെ തലയിൽ അടിച്ച് കയറ്റിയത്. അത്രയും ഷാർപ്പാണ് ഭാഷ. ഞാൻ കയ്യിലെടുത്തത് കൊണ്ടായി പറയുന്നേ. ആ മുള്ള് കഷ്ടകാലത്തിൽ നമ്മളൊന്ന് എടുത്ത് നമ്മുടെ ശരീരത്ത് കൊണ്ടാലുണ്ടല്ലോ, അതിൻ്റെ വേദനയുടെ കട്ടുകഴുപ്പെന്ന് പറയുന്നത് 2 ദിവസം ആമൻ എടുത്താലും പോകത്തില്ല. അതുകൊണ്ട് അത് മാറ്റുന്നത് ചവണ പോലുള്ള സാധനം പിടിച്ചാണ് ആ മുള്ള് മാറ്റുന്നത്. ഈ മുള്ള് ചവണ പോലെ 2 കൂട്ടമായി പിരിച്ചെടുത്ത് യേശുവിൻ്റെ തലയിൽ അവർ ചുരുട്ടി വെച്ചു. എന്നിട്ട് ആ മുള്ള് അവൻ ഷെയ്ക്കാകുന്നത് കൊണ്ട് ഈ മുള്ള അനങ്ങാതിരിക്കാൻ അവർ ചെയ്ത എന്നാന്നറിയാമോ? ഒരു കോല് കൊണ്ടുവന്നിട്ട് യേശുപ്പച്ചന്റെ തലയിൽ വെച്ച മുൾക്കിരീടം അടിച്ചു താഴ്ത്തി. യേശുവിന്റെ സമകാലികനായ ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, ആ മുള്ള് അടിച്ച് തലക്കകത്ത് കയറ്റിയപ്പോൾ ആ മുള്ളിന്റെ ഒരംശം കൺപോളക്കകത്തുനിന്ന് കണ്ണിലൂടെ പുറത്തു വന്നത് നിമിത്തം ഒരു കണ്ണ് പുറത്തോട്ട് തൂങ്ങിക്കിടന്നിരുന്നു. സഹോദരങ്ങളെ, അവൻ ഇങ്ങനെ തൂക്കിയിട്ട് അടുപ്പിച്ചിട്ട് വിടാൻ അവൻ പീലാത്തോസിനെ കത്തളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ പീലാത്തോസ് പറയേണ്ടി വന്നു, ആ മനുഷ്യൻ ഇതാ. മനസ്സിലായില്ലല്ലേ? അടിക്കുന്നതിന് മുമ്പ് പീലാത്തോസിന്റെ കത്തളത്തിലോട്ട് കയറ്റിവിട്ട യേശുവിനെ തിരിച്ചടിച്ചു കൊണ്ടുവന്നപ്പോ കാണികൾക്ക് മനസ്സിലായില്ല. ആ രൂപത്തിലാണ് യേശുവിനെ അവർ തിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് ആളുകൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഇവൻ ആരാ, ഈ നിൽക്കുന്നവൻ ആരാ എന്ന് ചോദിച്ച് തമ്മി പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞ്, അകത്തോട്ട് കൊണ്ടുപോയില്ലേ, അടിക്കാൻ വിട്ടില്ലേ, ആ മനുഷ്യനാണ് ഈ മനുഷ്യൻ. സ്വത്രം ഇങ്ങനെ അടിച്ച് മുറിവേൽപ്പിച്ച് ക്രൂശിക്കാൻ തീരുമാനിച്ച് പീലാത്തോസിനെ കത്തളത്തിൽ കൊണ്ടൊന്ന് വിടാൻ കാര്യങ്ങൾ മെനയുമ്പോൾ ഒരുമിച്ച് ജനം പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കുക, പകരം ബറബ്ബാസിനെ വിട്ടുതരിക. നിങ്ങറിയാമോ, നീചനായ കുലപാതകനായ അടുത്ത ദിവസങ്ങളിൽ ആരാച്ചാരുമാരുടെ മിന്നിത്തിളങ്ങുന്ന വാളിനാൽ തലവെട്ടി മാറ്റാൻ അകത്തളത്തിലാകെ അടച്ചിട്ട പീലാത്തോസിന്റെ കയ്യിലെ കെട്ടവരഴിച്ചു, പീലാത്തോസിന്റെ കാലിലെ കെട്ടവരഴിച്ചു. ബറബ്ബാസിന്റെ കാലിലെയും കയ്യിലെയും കെട്ടവരഴിച്ചു. അവിടെ നിന്ന് അവർ വെളിയിൽ കൊണ്ടുവന്നു. നിങ്ങൾ നോക്ക്, അവൻ പീലാത്തോസിന്റെ കൽത്തളം എന്ന് പറയുന്നത് അവൻ സാധാരണ നിലയിൽ നിന്നും 24 അടി ഉയരമാണ്. 24 അടി ഉയരമാണ്. 24 അടി ഉയരത്തിൽ കൊണ്ടുവന്ന് ബറബ്ബാസിനെ നിർത്തി ബറബ്ബാസിന്റെ കയ്യിലെ ചങ്ങല അഴിച്ചു. തൊട്ടടുത്ത് നസ്രത്തുകാരനായ യേശുവിനെ കൊണ്ടുവന്ന് അതിനേക്കാൾ കട്ടിയുള്ള ചങ്ങല കൊണ്ട് യേശുവിന്റെ കയ്യിനെ ബന്ധിച്ചു. ബറബ്ബാസ് ആമേൻ യേശുവിന്റെ കയ്യിലേക്ക് നോക്കിയ, യേശുവിന്റെ കാലിലേക്ക് നോക്കിയ, യേശുവിന്റെ തലയിലേക്ക് നോക്കിയാണ്. അടുത്തു നിന്നൊരു പടയാളി വിളിച്ചു പറഞ്ഞു കാണും, ബറബ്ബാസേ, നിന്റെ കയ്യിലെ ചങ്ങല പൊട്ടിയത് അവന്റെ കൈ ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ്. നിന്റെ കാലിന്റെ ചങ്ങല അഴിഞ്ഞത് അവന്റെ കാലിൽ ചങ്ങല വീണത് കൊണ്ടാണ്. ബറബ്ബാസ്, നിന്റെ ബന്ധനം അഴിഞ്ഞത് അവൻ ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് രാത്രി വേളയില് ക്രൂസിന്റെ 2ാമത്തെ സാധ്യത, ആ യേശുവിന്റെ ക്രൂസിന്റെ ശക്തിയാൽ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. അവന്റെ ശക്തിയാൽ അഴിക്കാൻ കഴിയാത്ത ഒരാഭിചാരവുമില്ല. കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്ക്. യേശുവിന്റെ ക്രൂസിന് അഴിക്കാൻ കഴിയാത്ത ഒരു മന്ത്രവാദവുമില്ല, ഒരാഭിചാരവുമില്ല, ഒരു ശുദ്രവുമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽ വേളയിൽ ഞാൻ പറയാം, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആത്മാവിൽ ഞാൻ ക്ലെയിം ചെയ്ത് പറയുന്നു, യേശു തമ്പുരാന്റെ ക്രൂസിന് അഴിക്കാൻ കഴിയാത്ത ഒരു മന്ത്രവാദവുമില്ല, ഒരാഭിചാരവുമില്ല, ഒരു ശുദ്ര പ്രവൃത്തിയുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ യേശുവിന്റെ ക്രൂസിന്റെ സാധ്യത നിന്റെ കൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന സകല കെട്ടുകളെയും ഇന്ന് രാത്രി ദൈവം അഴിക്കും. കർത്താവിന് നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. ഞാൻ ആമേൻ സ്തോത്രം 31 വർഷമായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, യേശുവിന്റെ ക്രൂശിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വചന പഠനത്തിന് വേണ്ടി പറയുക. ഞാൻ ശുശ്രൂഷ ചെയ്ത് തുടങ്ങുമ്പോൾ എൻ്റെ ശുശ്രൂഷയുടെ അജണ്ട ഞാൻ പുറത്തുവിടും, അല്ലേ? ഈ വർഷം അവൻ നിയമസഭക്കകത്ത് കയറി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവരുടെ പ്രവർത്തന മേഖലകൾ പുറത്തുവിടും. എന്നാൽ യേശു കർത്താവ് ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശുശ്രൂഷയുടെ അജണ്ട പരിശുദ്ധാത്മ പുറത്തുവിട്ടു. അത് യെശയ്യാ 61 വായിച്ചേ. യെശയ്യാ 61:1 വേഗം വായിച്ചു. യെശയ്യാ 61:1-2 വാക്യം. എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, യഹോവയെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും. അടുത്ത വാക്ക്, തടവുകാർക്ക് വിടുതൽ. എടാ ബറാബാസേ, നീ ജനിക്കുന്നതിന്, നിന്റെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് നിന്റെ ബന്ധനം അഴിക്കുമെന്ന് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുക. ദൂത മനസ്സിലായെങ്കിൽ ഉറയ്ക്ക് രാമൻ പറ. തടവുകാരുടെ ബന്ധനം, താമെ ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധനം അഴിക്കുമെന്ന്, ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധനം പൊട്ടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക. നിന്റെ കൂടാരത്തിൽ വ്യാപരിക്കുന്ന സകല കെട്ടുകളെയും അഴിച്ചു മാറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കേ, തമ്പുരാൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല, തമ്പുരാൻ പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ അവൻ വേദപുസ്തകത്തിലെ 3 ചോദ്യം എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു. മർക്കോസ് വായിക്കണ്ട കേട്ടോ, വായിക്കണ്ട. മർക്കോസ് 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 3 പ്രധാനപ്പെട്ട ചോദ്യം മർക്കോസ് 5-ൽ. വേണമെങ്കിൽ അവൻ ആ റെഫറൻസ് ഞാൻ പറഞ്ഞു തരാം. 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1-ാമത്തെ ചോദ്യമാണ്, നിന്റെ പേര്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിന്റെ പേരെന്ത്? മർക്കോസ് 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ചോദ്യം. 1, നിന്റെ പേര് എന്ത്? ആരുടെ ചോദ്യം? അശുദ്ധാത്മാവിനോട്. ഏത്? 6000 ദുർഭൂതം കേറിയ ലഘുവൻ ബാധിച്ച പൈശാചിക ശക്തിയോട് യേശു ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? അങ്ങനെയാണെങ്കിൽ അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധവുമില്ല. ശ്രദ്ധിച്ചു വെച്ചോ, അവൻ അഴിക്കാൻ കഴിയുന്നത് ഏത് പൈശാചിക മണ്ഡലത്തെയും എന്റെ തമ്പുരാന് ഇന്ന് രാത്രി പൊട്ടിക്കാൻ കഴിയും. കരമടിച്ചുള്ള ദൈവത്തെ ആരാധിച്ച് നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറക്കെതിരെ, നിന്റെ കൂടാരത്തിനെതിരെ ശത്രു കെട്ടിവെച്ച സകല കെടുതികളോ ഇന്ന് രാത്രി എന്റെ ദൈവം അഴിച്ചിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ആമൻ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും ദൈവം ഇന്ന് രാത്രി നിന്നെ അഴിക്കും. ആമേൻ. ഞാൻ ഇത് പറയും മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുക. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് അടുത്ത മീറ്റിങ്ങിന് പോകണം. അപ്പോൾ എന്നോട് അവർ പറഞ്ഞിരുന്നു, ഇവിടെ ഇത്ര മണിക്ക് നിർത്തണം, വണ്ടി വാതിക്കലുണ്ട്, ഓടി ഇറങ്ങണം, ആർക്കും വേണ്ടി പ്രാർത്ഥിക്കരുത്, പാസ്റ്റർ ഓടി കയറണം. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ഓടി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ, എൻ്റെ ഭാര്യ വർഷങ്ങളായിട്ട് ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു. അതുകൊണ്ട് ഒരു സ്വസ്ഥതയുമില്ല പാസ്റ്റേ. അവള് ഇന്ന് അവിടെ 2 മക്കളും കൂടി പള്ളിക്കകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഖത്തറിൽ ആരാധിക്കുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? പാസ്റ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞു, ഓക്കെ, അടുത്ത മീറ്റിങ്ങിന് പോകുക, സമയം ഒട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, എൻ്റെ തമ്പുരാൻ അഴിക്കാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ബ്രദറെ ഒന്ന് കണ്ണടച്ചേ. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഒരു ശരീരമായതുകൊണ്ട്, നീ മേലെ 2 അല്ല 1 ആയതുകൊണ്ട് നിങ്ങളുടെ തല കൈവെക്കുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കും. ആമേൻ. അങ്ങനെ കൈവച്ച് എന്നെ കൊണ്ടുപോകുന്ന 2 ദൈവദാസ ദിക്സാക്ഷിയാ. കൈവച്ച് പ്രാർത്ഥിച്ചു. ബെന്നി എന്ന തന്റെ പേര് പ്രാർത്ഥിച്ചു. കർത്താവേ, തന്റെ ഭാര്യയെ ബന്ധിച്ചിരിക്കുന്ന കേട്ട് എന്താന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങയുടെ നാമം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങക്ക് ഏത് കെട്ടും അഴിക്കാൻ കഴിയോ? യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ശക്തി അഴിയട്ടെ.
പ്രാർത്ഥിച്ച് എനിക്കൊരു ഭയങ്കര ആത്മപ്രേരണ തോന്നി. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ ബെന്നി പറഞ്ഞ ഫോൺ വരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ മോനാ വിളിക്കുന്നത്. എന്നോട് പറഞ്ഞ ഭാഷ മോൻ വിളിക്കുന്നു. ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. മോൻ വിളിച്ചു, പപ്പ മമ്മി ഞാനും ചേച്ചിയും കൂടി ആരാധനാലയത്തിന് വാദിക്കാൻ നിൽക്കുക. പെട്ടെന്ന് അമ്മ അടിച്ചു തല്ലി താഴെ വീണു. ഇവിടെ കണ്ട് എഴഞ്ഞു വലിയ വായിൽ നിലവിളിച്ച് എന്തൊക്കെയോ അമ്മ ഇവിടെ കിടന്ന് ആക്ഷൻ കാണിച്ചു. അമ്മയുടെ ശരീരത്തിൽ നിന്നോ വിട്ടുപോയി. പപ്പ എവിടെയാ? പപ്പ വേഗം വാ. അപ്പൊ ബെന്നി പറയാ, മോനെ പേടിക്കണ്ട, ആ രോഗം അഴിഞ്ഞു, ആ രോഗക്കെട്ടഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കൂടാരത്തിനകത്ത് അഴിയാത്തൊരു കെട്ടില്ല. ഈ പകരാത്രി ഇതിനകത്ത് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം ചില വിടുതലുകൾ ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ കാര്യം തട്ടി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് പറയട്ടെ, ഞാൻ ഇങ്ങനെ പറയാ, ഇനി ഒരു നോർമലായ ഒരു ശുശ്രൂഷ കൊണ്ട് കാര്യം നടക്കത്തില്ല. നിങ്ങളൊരു വീട്ടിനകത്ത് ഇന്ന് കാല് വെച്ചാൽ അവിടെ ഭൂതമിളകണം. നിങ്ങളൊരു വീട്ടിനകത്ത് അവൻ കയറിയാൽ അവിടുത്തെ കെട്ടുകൾ അടിയപ്പെടണം. ഉപവാസത്തിന്റെ നടുവിൽ ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഇവിടുത്തെ ലീഡേഴ്സിന്റെ മേൽ ഒരധികാരം എന്റെ ദൈവം പകർന്നിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഒത്തിരി കാര്യം പറയാനുണ്ട് ദൈവമക്കളെ. ഞാൻ ഫോട്ടോ വെച്ചൊരു വീട്ടിനകത്ത് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാജന്റെ പിതാവ് ആസ്മ സൗഖ്യമായി മുന്നോട്ട് വന്നു. ഫുൾ ആസ്മ രോഗിയായിരുന്നു, സൗഖ്യമായി. അപ്പച്ചൻ സ്നാനപ്പെട്ടു. അപ്പച്ചനെ സ്നാനപ്പെടുത്തിയതിൽ 12 ചെറുപ്പക്കാരും കൂടി ജിമ്മിൽ പോയി. ബോഡി ബിൽഡേഴ്സായ 12 ചെറുപ്പക്കാരുകൂടി ഞായറാഴ്ച എന്നെ തല്ലം കയറി. ഞാൻ ചർച്ചിൽ വർഷിപ്പ് ചെയ്യുക. ഒരു ട്രാമറിനുണ്ട്. ട്രാമറിനടിച്ച് വർഷിപ്പ് ചെയ്യുമ്പോൾ ഇവന്മാർ 12 പേരും കൂടി കയറി ടൈറ്റ് ജീൻസൊക്കെ ഇട്ട് തലയോട്ടിയുടെ ബനിയനൊക്കെ ഇട്ട് ഇവന്മാരെല്ലാം വന്ന് നടുക്കോട്ടങ്ങ് കയറിയിരുന്നു. എന്നിട്ട് ആരാധിക്കുന്നവരെ നോക്കി കളിയാക്കാൻ തുടങ്ങി. കുറച്ച് എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചപ്പോൾ ഇവർ എഴുന്നേറ്റ് ഡിസ്കോ ഡാൻസ് കളിക്കാൻ തുടങ്ങി. 12 ചെറുപ്പക്കാർ. അതിൻ്റെ ലീഡറാ ഷാജൻ. ഞാൻ തമ്പുരാനെ, ഇവൻ കേറിയത് ആരാധനാലയത്തിനകത്താ. ജീവനുള്ള ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. തമ്പുരാൻ തൊട്ടേ പറ്റൂ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞാൻ ഓടിച്ചെന്ന് ഇവന്റെ തലയിലോട്ട് കൈവച്ച് റോയ്പാസേ ഇവൻ ആടിച്ച് താഴെ വീണതും ഇവനങ്ങ് മുഴങ്കാലയിരുന്നു. അവിടെ ഇരുന്നൊരു കയ്യടി അങ്ങ് തുടങ്ങി. കയ്യടി എന്ന് പറയുന്നത് നിർത്താൻ പറ്റാത്ത കയ്യടി. അവൻ 11 പേർ നോക്കിയപ്പോ കലക്കം വന്നവൻ നടുക്കിരുന്ന് അന്യഭാഷ പറയുന്ന പോലെ ആരാധിക്കുന്നു. കയ്യടിച്ച് ആരാധിക്കുക. കൂടെ അവർ ചോദിച്ചു, ഷാജ നിർത്ത്. അവൻ നിർത്താൻ ഒക്കുന്നില്ല. അവസാനം വന്ന 11 ഇറങ്ങി ഓടി. അവൻ കയ്യടി നിർത്താത്തോണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇതൊന്നും നിർത്തിത്താ. ഞാൻ നിർത്തത്തില്ലടാ. നീ കയറി വന്നത് എവിടെയാണെന്നറിയത്തില്ലേ? ഇത് ദൈവത്തിന്റെ ആലയമാ. കൈവച്ച ഭാഷേ ഇവനാടിച്ചു താഴെ വീണു. കമന്ന് കിടന്ന് കരയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ലായിരുന്നു, അങ്ങാണെന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് അവൻ രക്ഷാവാചകം ചൊല്ലി യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. ഇന്ന് ആയിരങ്ങൾ ആരാധിക്കുന്ന ചർച്ചിന്റെ ഭാഷയ്ക്ക് ദൈവം അവനെ മാറ്റി. ഞാൻ പണിത ചർച്ചിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ചർച്ച് അവൻ കോട്ടയത്ത് പണിതു. ഇന്ന് 2 സർവീസ് ഉണ്ട്. 2 സർവീസിൽ നിറച്ചാളാണ്. അടുത്തൊരു കാര്യം എന്താ ഭാഷേ, ഞാൻ ഒരിക്കല് ഇങ്ങനെ ചർച്ചിനകത്ത് എൻ്റെ മെയിൻ ശുശ്രൂഷ ഈ ഭൂതങ്ങളുടെ മേൽ അധികാരമാണ്. ഞാൻ എവിടെ നിന്നാണേലും ചർച്ചിൽ കൊണ്ടുവരും. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭൂതത്തെ പുറത്താക്കുമ്പോൾ ഒരിക്കൽ ആരും എൻ്റെ തോളത്തിങ്ങനെ തോണ്ടുന്നു. ഞാൻ ഷാജന എന്നാടാ പക്ഷെ ഒരു ഭൂതത്തെ പുറത്താക്കാൻ തരുമോ?
നമ്മൾ ഈ ചോറും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം ഇറച്ചി എനിക്ക് തരുമെന്ന് ചോദിക്കുന്ന പോലെയാ ഒന്നിന് ഇറക്കാൻ. ഞാൻ ചോദിച്ചാടാ, ഇത് കണ്ണി കണ്ടവർക്ക് ഇറക്കാൻ പറ്റുന്ന പരിപാടിയല്ല, ഇത് ഇറക്കണ കൃപ വേണമെന്ന് ചോദിച്ചു. പക്ഷെ പിറ്റേ തിങ്കളാഴ്ച അവൻ കൽപ്പണിക്കാരനാ, നല്ല ഇന്റീരിയർ ഡിസൈൻ വർക്കറാ. അവൻ നേരെ ചർച്ചിന്റെ താക്കോല് മേടിച്ച് ചർച്ചിലൊരു ഒറ്റ കയറ്റം 40 ദിവസം ഉപവാസം ഇരുന്നു. എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി. ഞാൻ ഒരു സ്ഥലത്ത് കാലടി തോന്നുന്നു മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജനം ആരാധിക്കുന്ന സമയത്ത് ഷാജൻ നടുക്കൂടി ഇറങ്ങാൻ തുടങ്ങി. ഇവൻ നടന്ന് ചെന്നപ്പോ ഒരു സഹോദരിയുടെ ഭൂതമംഗളകാൻ തുടങ്ങി. ഞാൻ കണ്ടു നിൽക്കുക, ഇവൻ വരരുത്, അടുത്തു വരരുത്, ഞാൻ പോയിക്കൊള്ളാം. അന്ന് മുതൽ അവന്റെ മേൽ ശുശ്രൂഷ ആരംഭിച്ചു. സഭക്കകത്ത് കൂട്ടമായി ഭൂതമളകാൻ തുടങ്ങി. ഇന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ ചർച്ച് ഷാജന്റെ ചർച്ച. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഞങ്ങളൊക്കെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും കേട്ടതോ എന്തെങ്കിലും വായിച്ചതോ പ്രസംഗിക്കാൻ വന്നതല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തില ഇന്ന് രാത്രി ദൂത് പറയുന്നത്. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, തമ്പുരാൻ ഒരു ശബ്ദം ഉയർത്തുന്നു. നിന്റെ പേരെന്താ? കഴിഞ്ഞ നാളുകളായി നിനക്ക് നിന്റെ തലമുറക്കുമെതിരെ, നിനക്ക് നിന്റെ കുടുംബത്തിനുമെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ കൈവച്ച പൈശാചിക മണ്ഡലത്തെ തമ്പുരാൻ വെല്ലുവിളിക്കുന്നു. നിന്റെ പേരെന്ന് അഴിയട്ടെ ഇന്ന് രാത്രി, അഴിഞ്ഞു മാറട്ടെ ഇന്ന് രാത്രി. ഇൻ ദ നെയിം ഓഫ് ജീസസ് അഴിയട്ടെ. ആത്മനിറവില് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചോ. എനിക്കറിയാം ഏതൊക്കെയോ കുടുംബങ്ങളിൽ, ഏതൊക്കെയോ കൂടാരങ്ങളിൽ മാറി അനർത്ഥമിടുന്ന, മാറി രോഗമിടുന്ന, മാറി സാമ്പത്തിക ഞെരുക്കമിടുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി എന്റെ ദൈവം അഴിക്കട്ടെ. വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാനൊരു വെളിപ്പാട് കണ്ടതുകൊണ്ട് ഞാൻ ആ വെളിപ്പാട് ആസ്പദമാക്കി ഒരു ദൂത് പറയുന്നു. ആമൻ കൊണ്ടുപോയി വെക്കുന്ന പേപ്പർ ഊതിക്കളയുന്നത് പോലെ സാമ്പത്തിക വിഷയത്തിന്മേൽ ആരോ തകർന്ന് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എത്ര ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് ആ സാമ്പത്തിക വിഷയത്തിന്മേൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാതെ നിന്നെ വലിച്ചോണ്ട് പോകുന്ന ചില ആഭിചാര ബന്ധനങ്ങൾ ഇന്ന് രാത്രി എന്റെ ദൈവം എന്നേക്കുമായി അഴിക്കാം. അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കൂടാരങ്ങളകത്ത് ചില വിഷയത്തിന്മേൽ അവർ കെട്ടുന്ന പൊട്ടൻ പോകുക. നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു മറുപടി ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകുക. എത്ര ചെയ്തിട്ടും എത്ര കാര്യങ്ങൾ ഒരുക്കിയിട്ടും അതിന്റെ മുന്നിലേക്ക് പോകാൻ കഴിയാതെ ഒരു പരിമിതിയിട്ട് നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില കെട്ടുകൾ ഈ പകൽ അഴിയുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സഭയ്ക്കെതിരെ, സഭയുടെ ഭൗതിക നന്മയ്ക്കെതിരെ ശത്രു കെട്ടിവെച്ചത് ഇന്ന് രാത്രി പൊട്ടാൻ പോകുക. എന്തൊക്കെയോ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാനിട്ടാലും അത് ചെയ്യാൻ കഴിയാതെ അതിനെ ഞെരുക്കുന്ന, അതിനെതിരെ വ്യാപരിക്കുന്ന കെടുതികൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. നിങ്ങൾ പോലെ പറയാതെ നിങ്ങളുടെ നന്മയ്ക്കെതിരെ കരം വെച്ച ആ ശത്രുവിനെ നോക്കി തമ്പുരാൻ പറയുന്നു, നിന്റെ മക്കളെ നിന്റെ പേരെന്ത്? ഹല്ലേലൂയ. കരം അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശബരഘടകധുരമന ഹൽക്കന നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കും. നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കും. പരിശുദ്ധാത്മാവനോട് പറയുന്നു, നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കും. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കും. ഇന്നലെ വരെ ഏതൊക്കെയോ മേഖലകൾ അവൻ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് നിന്റെ കരങ്ങളെ, നിന്റെ കാലുകളെ ശൂന്യമാക്കാൻ കെട്ടിവെച്ച ചില ആഭിചാരങ്ങൾ ഇന്ന് പകൽ അഴിയുക. അഴിയട്ടെ. പ്രാർത്ഥിച്ചോ. ചില കുടുംബങ്ങളിൽ നിന്ന് ആ കെട്ട് പൊട്ടാൻ പോകുക. ചില നന്മകൾ കെട്ടിവെച്ചത്, ചില അനുഗ്രഹങ്ങൾ തടഞ്ഞു വെച്ചത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവം പൊട്ടിക്കുന്നു.
ശബനരഗദലര ഹൽക്കനഗടഗ ജാലഗടഗദരാദല. ഹല്ലേലൂയ.